സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തിരുവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ളവനായ കർത്താവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ചവനായ സ്വർഗീയ പിതാവേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ വചനം ധ്യാനിക്കുവാനിരിക്കുന്ന സമയം കർത്താവ് സംസാരിക്കണമേ. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ കൂടെ ദൈവത്തിൻ്റെ ശക്തമായ പരിശുദ്ധാത്മാവിൻ നിറവുള്ള വചനം ജനങ്ങളുടെ മുന്നിൽ കടന്നു വരണം. ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളും യഥാർത്ഥമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ഉറച്ചു നിന്ന് ഏകദൈവമായ അങ്ങയെ മാത്രം ആരാധിക്കുന്നവരായി തീർന്നു ഈ ലോകത്തിലുള്ള അന്യദൈവങ്ങളെയോ ബാൽ വിഗ്രഹങ്ങളെയോ മറ്റ് യാതൊന്നിനെയും നമസ്കരിക്കാതെ സാത്താൻ്റെ കിണിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ തക്കവണ്ണം യഥാർത്ഥ ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട സന്തോഷവും സമാധാനവും സുഖവും അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ മക്കളും തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണമേ. രോഗികളായി ആരെങ്കിലും ഈ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ രോഗസൗഖ്യം ഉണ്ടാകണമേ. അങ്ങ് അവരെ സൗഖ്യമാക്കണമേ. അവരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലണമേ. ആരെങ്കിലും ദുഃഖിതരായി കഴിയുന്നുവെങ്കിൽ, ആരെങ്കിലും ബുദ്ധിമുട്ടിൽ കഴിയുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹം അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, മാനവും മഹത്വവും ശക്തിയും സ്തോത്രവും ബലവും എല്ലാം അങ്ങേക്കുള്ളതാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് വേറൊരു വിഷയമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5-6 വീഡിയോ ഞാൻ ചെയ്തു. അതിൽ ഈ ലോകത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ചും ബാൽ എന്ന് പറഞ്ഞാൽ എന്ത്, ഭൂതം എങ്ങനെ ഉണ്ടായി, ദുഷ്ടാത്മാക്കൾ എങ്ങനെ ഉണ്ടായി, സാത്താൻ എങ്ങനെ ഭൂമിയിലുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ ആ തിരുവചന ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് കേട്ടിട്ടില്ല എങ്കിൽ അതിനെ എടുത്ത് നോക്കുക, അതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതായിത്തീരും. ഇന്ന് വേറൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് പലരുടെ വിശ്വാസത്തിലും പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. കർത്താവിനെക്കുറിച്ച് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ, ബൈബിളിലുള്ള മറിയയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇങ്ങനെ പലതുമുണ്ട്. ചിലരടുത്ത് ഇത് ഈ വിഗ്രഹം എന്തിനാണ് ദേവാലയത്തിൽ വച്ചിരിക്കുന്നു, ഇത് യേശുക്രിസ്തുവിൻ്റെ വിഗ്രഹമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ. അത് ഇരിക്കുന്ന ഫോട്ടോ യേശുക്രിസ്തുവിൻ്റെയാണോ? അതെ. അത് എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു എന്ന് എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ചിലർ പറയാറുണ്ട്, അത് ക്രൂശിൽ നിന്ന് ഇറക്കി വെച്ചപ്പോൾ കർത്താവിൻ്റെ മുഖത്തെ ആരോ തുടച്ച സമയത്ത് ആ തുണിയിൽ ആ രൂപം അങ്ങ് പതിഞ്ഞിരുന്നെന്ന്. അത് പിന്നീട് ആ തുണി അങ്ങനെ വച്ചിട്ട് അവർ ആ വിഗ്രഹ ഫോട്ടോ ഉണ്ടാക്കി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് വച്ചിരിക്കുകയാണ്. ആര്? ഈ സമൂഹത്തിൽപ്പെട്ടവർ. വേറെ ആരുമല്ല, ഈ സമൂഹത്തിൽപ്പെട്ടവർ തന്നെ. ഈ അന്ധവിശ്വാസത്തിൽ കഴിയുന്ന ഈ ബാൽ പുരോഹിതന്മാർ തന്നെ, വേറെ ആരുമല്ല. ഈ ഫോട്ടോ, ഈ വിഗ്രഹം ഇത് നേരത്തെ ആലയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി. അതൊക്കെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാം ഇടിച്ചു ഉടച്ച് കൊണ്ട് തോട്ടിൽ കളഞ്ഞതായിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിസ്കിയാവിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ. അതൊക്കെ ഞാൻ പിന്നീട് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാനെടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ അത് വചനം വായിക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, അല്ല നിഗൂഢമായിട്ട് മറവായിട്ടൊന്നും അതിൽ എഴുതിയിട്ടില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു കൂട്ടർ പറയും, പഴയ നിയമത്തിലൊക്കെ അല്ലേ ഉള്ളൂ, പഴയ നിയമമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ യേശു ക്രിസ്തു വന്നു, ഇനി പഴയ നിയമത്തിലുള്ളതൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്കിനി പഴയ നിയമം വേണ്ട, ഇനി പുതിയ നിയമം മാത്രം മതി. പുതിയ നിയമത്തിൽ സുവിശേഷം മാത്രം മതി, ലേഖനങ്ങളും വേണ്ട, അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനവും വേണ്ട. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ അയച്ചതും അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജനങ്ങൾ ജീവിച്ചതും അങ്ങനെ അന്തോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് പേര് വന്നതും എങ്ങനെയാണെന്ന് അതൊന്നും വേറെ അറിയണ്ട. അവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിച്ച് കബളിപ്പിക്കുക പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. ജനങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിക്കുക, ഇവരെ പറ്റിച്ച്. കാരണം ജനങ്ങൾക്ക് വേദപുസ്തകം വായിക്കാൻ സമയമില്ല. ഈ ബാൽപുരോഹിതന്മാർ പറയും, അത് ഇവരെ കേൾക്കും, ഇവരതനുസരിക്കും. പിന്നെ ഭവനത്തിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇവരെ അടിച്ച് മയക്കി അങ്ങ് വയ്ക്കും. അമ്മ കൂടാതെ എങ്ങനെയാണ് അമ്മയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് യേശുവിൻ്റെ അമ്മയല്ലേ? അപ്പോൾ ആ അമ്മയ്ക്ക് പ്രധാനം കൊടുക്കണ്ടേ? ഇവിടെ എത്ര വീടുകളിലാണ് സ്വന്തം അമ്മയെയും അപ്പനെയും നോക്കാതെ കിടക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട്, എത്രയോ ക്രിസ്തി ആനികളെന്ന് പറയുന്നവരുണ്ടെന്നറിയാമോ? ക്രിസ്തി ആനികൾ ഉണ്ടെന്നറിയാമോ? സ്വന്തം അമ്മയെയും അപ്പനെയും നോക്കാത്ത ചിലരെ കൊണ്ട് അങ്ങ് തള്ളിയിരിക്കുക, ആർക്കും വേണ്ടാതെ ആശ്രമങ്ങളിൽ. ചിലരെ ആണെങ്കിൽ വീട്ടിൽ നോക്കാൻ അവർക്ക് സമയമേ ഇല്ല. കാണപ്പെടുന്ന നിൻ്റെ അപ്പനെയും അമ്മയെയും നോക്കാത്ത, കാണപ്പെടുന്ന ദൈവമെന്ന് പറയുന്ന മാതാപിതാവിനെ നീ നോക്കാത്ത, നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏവനോ ഒരുത്തം പറഞ്ഞ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് മുട്ടുമടക്കി എൻ്റെ അമ്മയെന്ന് വിളിക്കാൻ നാണമില്ലേ? സഹോദര സഹോദരി, നിനക്ക് നാണം തോന്നില്ലേ? ദൈവം നിന്നെ നോക്കി ചിരിക്കുന്നത് നിനക്കറിയാമോ? അറിയാമോ ദൈവം നിന്നെ നോക്കി ചിരിക്കുന്നത്? മാനസാന്തരപ്പെട്ടോളുക, മാനസാന്തര. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, വേണ്ടാത്തതൊന്നും പറഞ്ഞ് ദൈവത്തെ ഉപദേശിക്കാൻ നിൽക്കരുത്. കർത്താവ് എന്ത് തിരുവചനത്തിൽ പറഞ്ഞു അതനുസരിക്കാൻ തയ്യാറാവണം മനുഷ്യൻ. അതാണ് യഥാർത്ഥമായ സുവിശേഷം അനുസരിക്കുന്ന കൂട്ടത്തിലുള്ളവർ. ആരാ പറഞ്ഞ പഴയ നിയമം മാറ്റിയെന്ന്? ഏത് പുരോഹിതനാ ദൈവം വെളിപ്പാട് കൊടുത്തത്? നിനക്കൊക്കെ പറയാൻ നിൻ്റെ നാവിലൊക്കെ എങ്ങനെയാണത് വരുന്നത്? നീ കർത്താവായ യേശു ക്രിസ്തുവിനെ കാലം വളർന്നുപോയോ? യേശു ക്രിസ്തുവിനെ കാലം വളർന്നുപോയോ? 10 വർഷം നീ സെമിനാരിയിൽ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പഠിച്ച അവിടെ ചെന്നിട്ട്? മതമോ? യേശു ക്രിസ്തു മതം സ്ഥാപിക്കാനാണ് ഈ ലോകത്തിൽ വന്നത്. എന്താണ് നീ സെമിനാരിയിൽ പോയി പഠിച്ചത്? കർത്താവിൻ്റെ വേദപുസ്തകം അതിനെപ്പറ്റി പഠിച്ചോ അതോ മതത്തെപ്പറ്റി പഠിച്ചോ? കർത്താവ് വന്നു, പഴയ നിയമത്തെ മാറ്റി അങ്ങ് പുതിയ നിയമം മാത്രം നമ്മൾ അനുസരിച്ചാൽ മതി, പഴയതൊക്കെ തീർന്നു. ആര് പറഞ്ഞു പഴയത് തീർന്നെന്ന്? നിവർത്തിയായ കാര്യങ്ങൾ നിവർത്തിയായി, നിവർത്തിയാകാത്ത കാര്യം ഇഷ്ടംപോലെ ഉണ്ട് പഴയ നിയമത്തിൽ. കർത്താവായ യേശു ക്രിസ്തു പ്രത്യേകമായിട്ട് അതിനെ പറയുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ബാൽ പുരോഹിത, ഇത് കേട്ടോണേ. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി ചൂട് ഉണ്ടാവും. കാരണം ഇത് പറയുന്നവൻ നിസ്സാരമായിട്ടുള്ള ഒരുത്തനാണ്. കാരണം എന്നെ കൊണ്ട് തന്നെ ഇത് പറയിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളൊക്കെ പണ്ട് യേശു ക്രിസ്തു ജനിക്കുമ്പോൾ കൊട്ടാരത്തിൽ രാജാവിൻ്റെ വീട്ടിൽ ജനിക്കും. കാരണം രാജാതി രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. ആ രാജാതി രാജാവ് ജനിക്കുന്നത് രാജാവിൻ്റെ വീട്ടിലെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാജാവിൻ്റെ വീട്ടിൽ ജനിച്ചില്ല, പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ് ജനിച്ചത്. അതുപോലെ ദൈവം നിന്നൊക്കെ ഉപദേശിക്കാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്നെ പോലത്തെ പഠിപ്പറിവില്ലാത്തവരെയാണ്.
ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായി ഇത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഭോഷത്വമായി തിരഞ്ഞെടുത്തു. നീ എത്ര വലിയ പഠിപ്പുള്ളവനായിരുന്നാലും ശരി, ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ വചനങ്ങളാണ്. നീ കേട്ടേ മതിയാവൂ. നീ കേട്ടില്ല എങ്കിൽ നരകത്തിലേക്ക് പോകുന്നുള്ള ഉറപ്പാണ്. നീ ആരായിരുന്നാലും ശരി, പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനങ്ങളാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ധൈര്യത്തോടുകൂടെ ഞാൻ ഇന്ന് പറയുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടോണം, കേൾക്കാൻ ചെവിയുള്ളവൻ. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു ചെല്ല്. ന്യായപ്രമാണം വേണ്ടാന്ന് പറയുന്ന ആരെങ്കിലും ഈ സുവിശേഷം കേൾക്കുമെങ്കിൽ ചെല്ലുക. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം എടുത്തു വച്ച് വായിക്കുക. എന്താണ് കർത്താവ് അവിടെ പറയണമെന്ന് നോക്കണേ. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. നിനക്ക് സമയമില്ല വായിക്കാൻ, അതുകൊണ്ട് ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം സഹോദര. കേട്ടോ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അളിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കേട്ടോ പുരോഹിത സഹോദര, നീ ജനത്തെ ഏത് രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്? ന്യായപ്രമാണം വേണ്ടയോ? കർത്താവായ യേശു ക്രിസ്തുവിനേക്കാളും വലുതായോ? യേശു ക്രിസ്തുവിനേക്കാളും നീ വലിയ വ്യക്തിയായോ? 10 വർഷം നീ സെമിനാരിയിൽ പഠിച്ചപ്പോൾ? ഇത് എന്നോട് പലരും ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഈ മറുപടി തരുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ മറുപടി തരുന്നു. കർത്താവായ യേശു ക്രിസ്തു പോലും പറഞ്ഞു, ഞാനിത് നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഇതിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങി പോകുകയില്ല എന്ന് വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. അങ്ങനെയായിരിക്കുമ്പോൾ നീ ആരാണ് ഇതൊക്കെ മാറ്റുവാൻ? പേട്ടും മനുഷ്യനായ നീയൊക്കെ ആരാണ്? പ്രഭാതം എണീറ്റ് കാണുവാൻ നിനക്ക് കിട്ടിയാലേ ഉള്ളൂ. നീ ജനങ്ങളെയെല്ലാം ഏത് രൂപത്തിൽ പറഞ്ഞു പറ്റിക്കുന്നു? ഏത് രൂപത്തിൽ നീ ഉപദേശിക്കുന്നു? സൂക്ഷിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവ് ഇപ്പോഴും വ്യക്തികളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ബാലിൻ്റെ ദേവന്മാരിൽ നിന്ന് വരുന്ന സാത്താൻ്റെ ആത്മാക്കളല്ല. ബാലിൻ്റെ ദേവന്മാരെ ആരാധിക്കുന്ന കൂട്ടത്തിൽ നിന്ന് വരുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനം, അതിൽ നിന്ന് അതിനെ അനുസരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, സുവിശേഷത്തെ വളച്ചൊടിക്കരുത്. സുവിശേഷമെന്ന് പറഞ്ഞാൽ എന്താണ് പഠിപ്പിച്ചതെന്ന് നീ വചനമെടുത്ത് വായിക്കുക. ജനങ്ങളെ അങ്ങനെ പഠിപ്പിക്കുക. ജനങ്ങളത് പറഞ്ഞ് മനസ്സിലാക്ക്. വചനത്തിൽ എന്താണ് സുവിശേഷം, എന്താണ് സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. യോശുവയുടെ കാലത്ത് യോശുവയുടെ പുസ്തകം അവസാന ഭാഗം എടുത്ത് വായിച്ചു നോക്ക്. അവർ ഏതെല്ലാം വിഗ്രഹങ്ങളുടെ അടുക്കൽ ആരാധിച്ച് അവരെല്ലാം ജനങ്ങളെല്ലാം പിന്തിരിഞ്ഞ് പോവും, പിന്നും വരും, പിന്തിരിഞ്ഞ് പോവും, പിന്നും വരും, വിഗ്രഹങ്ങളെ ആരാധിക്കും. എന്നാൽ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ വേണമെങ്കിലും പോയി സേവിച്ചോ, നിങ്ങൾക്ക് തോന്നിയിടത്ത് പോ, ആരെ വേണമെങ്കിലും പോയി സേവിച്ചോ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും.
ആ യഹോവയെ സേവിക്കുന്നു പറയുന്ന ജനങ്ങളെയാണ് ദൈവത്തിന് വേണ്ടത്. അല്ലാതെ കാണുന്നിടത്ത് പോയി മുട്ടുമടക്കുന്ന, കാണുന്നിടത്ത് പോയി തലകുനിക്കുന്ന ജനത്തെ അല്ല ദൈവം പ്രസാദിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്. ഇതൊന്നും വേണ്ട, എൻ്റെ യഹോവ മാത്രം മതി, എൻ്റെ കർത്താവ് മാത്രം മതി എന്ന് പറയുന്ന ഓരോരുത്തരെയുമാണ് കർത്താവ് സ്നേഹിക്കുന്നത്, കർത്താവ് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലാക്കിക്കോണം. ജനങ്ങളെ നീയൊക്കെ ഏത് രൂപത്തിലാണ് പറഞ്ഞു പറ്റിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിൽ തുണിയിട്ടപ്പോൾ ആ മുഖത്തിൽ അങ്ങ് രൂപം വന്ന് പതിഞ്ഞു. ആ രൂപത്തെ ഉണ്ടാക്കി വെച്ചു എന്ന്. പിന്നെ വേറൊരുത്തൻ പറയുകയാണ്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഞങ്ങളെല്ലാവരും കണ്ടുവല്ലോ. എങ്ങനെ കണ്ടു? കർത്താവ് യേശു ക്രിസ്തു വന്നത് AD 30 അങ്ങാണ്. 2000 വർഷത്തിന് മുമ്പേ വന്നതാണ്. നീയൊക്കെ ജനിച്ചത് ഇപ്പോഴാണ്. നീ കണ്ടു യേശു ക്രിസ്തുവിനെ രൂപം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന്. വരയ്ക്കാൻ പറ്റുമോ? നീയൊക്കെ എങ്ങനെ വരയ്ക്കുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത് തിരുവചനത്തിൽ. ഏത് രൂപത്തിൽ നീ വരയ്ക്കും യേശു ക്രിസ്തുവിനെ? അഗ്നി ജ്വാലിക്കൊത്ത കണ്ണുകളുള്ള, വെള്ളോട്ടനോത്തിന് പാദങ്ങളുള്ള, മാരത്ത് പൊൻ കച്ച ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സർവശക്തനായ ദൈവം, അഗ്നി ജ്വാലിക്കൊത്ത കണ്ണ് നീ വരയ്ക്കുവോ? വരച്ചിട്ട് ജനങ്ങളെ നീ പഠിപ്പിക്കും. നിനക്ക് വരാൻ പോകുന്ന ശിക്ഷ എത്ര വലിയതാണെന്ന് നീ എണ്ണി ഇരുന്നോ. നീ ചത്താലും ദൈവം നിന്നെ വിടൂല. നിനക്ക് കിട്ടുന്ന ശിക്ഷ ഒന്നാമതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ എരിവിൽ ഞാൻ സംസാരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ന്യായം വിധിക്കുവാൻ വരുമ്പോൾ ആദ്യം ഇവർക്കൊരു ന്യായവിധി പോലും വച്ചിട്ടില്ല. അവരെ കൊണ്ടങ്ങ് നേരെ പാതാളത്തിലേക്കാണ് തള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കള്ളപ്രവാചകന്മാരെയും കള്ളന്മാരെ, ജനങ്ങളെ തെറ്റായി പഠിപ്പിക്കുന്നവരെ. പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനം ആരെന്നാണ് യേശു ക്രിസ്തുവിനെ നീയൊക്കെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ആരെന്നൊക്കെ നീ പറഞ്ഞു പഠിപ്പിക്കുന്നേ? എന്നാ കേട്ടോ, ഞാൻ നിന്നെ പഠിപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ തന്നെ നിറഞ്ഞ് ഞാൻ നിന്നെ പഠിപ്പിക്കാം. വചനം നീ ധ്യാനിച്ച് മനസ്സിലാക്കുവാൻ നിൻ്റെ നാവുകളെ, അല്ലെങ്കിൽ നിൻ്റെ ഹൃദയങ്ങളെ, അല്ലെങ്കിൽ നിൻ്റെ ബുദ്ധിയെ, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിനെ ഒന്ന് ഒരുക്കി നോക്ക്. യേശു ക്രിസ്തുവിൻ്റെ ആ തേജസ്, ആ യേശു ക്രിസ്തു ആരാണെന്നുള്ളതിനെ ഞാൻ തിരുവചനത്തിൽ കൂടെ കാണിച്ചു തരാം. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു എന്താണ്? യേശു ക്രിസ്തുവിനെ ഈ തിരുവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. ഇത് കാണുന്നവർ, ഇത് കേൾക്കുന്നവർ വീട്ടിൽ വചനം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചുകൊള്ളുക. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. വായിക്കുക. ഞാൻ വായിച്ച് കാണിച്ചു തരാം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് സംസാരിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. സുവിശേഷമെന്ന് പറഞ്ഞാൽ എന്താണ് സുവിശേഷം? മരിച്ചവർക്കും ജീവിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് നീ വിളിച്ചു പറയാനാണ് അവരെ തിരഞ്ഞെടുത്തതെന്ന് അപ്പോസ്തലന്മാരെ. ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതി. ജീവിച്ചിരിക്കുന്നവർ ഓക്കെ, മരിച്ചവർ ആരാണ്? മരിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ? ഈ ലോകത്തിൽ നീ കുറേ ഇങ്ങനെ ആളുകളെ പറ്റിച്ച്, കുറേ പണങ്ങളെ സമ്പാദിച്ച്, കുറേ പള്ളിക്കൂടങ്ങളും അത് ഇത് കെട്ടിപ്പടുക്കി ഉണ്ടാക്കി ലോകത്തെ വഞ്ചിച്ച്, ജനങ്ങളെ വഞ്ചിച്ച്, ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി, സാത്താൻ്റെ പിടിയിൽ അകപ്പെടുത്തി, സാത്താൻ്റെ കെണിയിൽ അകപ്പെടുത്തി, ദൈവജനത്തിന് യഥാർത്ഥമായി കിട്ടേണ്ട ആ സന്തോഷവും സമാധാനവും ദൈവജനത്തിന് കിട്ടാതെ അവർ കഷ്ടപ്പെട്ട് ദുഃഖിച്ച് ഭാരപ്പെട്ട് ഭവനങ്ങളിൽ
രോഗത്തിന് ഒരു ഒഴിവില്ല, സമാധാനത്തിന് കിട്ടുന്നില്ല. ലോകത്തിൽ നീ എന്തെല്ലാം ചെയ്തു പുറക്കി വെച്ചിരിക്കുന്നു, അതിൻ്റെ പുറകെയൊക്കെ ജനം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവാലയത്തെ ക്ഷേത്രമാക്കി തീർത്തിരിക്കുന്നു നീയൊക്കെ. അങ്ങനെയുള്ള നീ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകുന്ന ജനം രക്ഷപ്പെടുമോ? വചനം പറയുന്നു, ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരേ ഒരു കർത്താവ്, ഒരേ ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു. അതെ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രമാണ് ന്യായാധിപതി. അവൻ്റെ മുന്നിൽ വരും ആരൊക്കെ? മരിച്ചവരും വരും. ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടു പോയ ഈ സർവരും വരും. നീതിമാന്മാരും നിൽക്കും, ദൂതന്മാർ നിൽക്കും, പാവികൾ നിൽക്കും. എല്ലാവർക്കും ന്യായാധിപതിയായി നിയമിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് അപ്പോസ്തലന്മാരെ അന്ന് കർത്താവ് അയച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. മരിച്ചവർക്കും അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്ക് ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ നീ ഓടി വാ, വന്നിട്ട് ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്ക്, നീ അമ്മയെ സ്നേഹിക്ക്, നീ അപ്പനെ സ്നേഹിക്ക്, മറ്റതാണ് കുറേ ജപമാലയും പിടിച്ച് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് മന്ത്രച്ചരടുകൾ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉണ്ട്. എല്ലാ ജാതിക്കാരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചരടുണ്ട്. നീ ആ ചരടും പിടിച്ചുകൊണ്ട് ജനങ്ങളെ പിശാചിനെ, ദുഷ്ടാത്മാക്കളെ ആരാധിക്കാൻ നിർബന്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് നീ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകും? അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകുന്ന ജനം എങ്ങനെ ഒഴിഞ്ഞു പോകും? കർത്താവായ യേശു ക്രിസ്തു ആണ് സർവത്തിൻ്റെയും ഉടയവൻ. കർത്താവായ യേശു ക്രിസ്തു ആണ് സകലത്തിൻ്റെയും നാഥൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷയില്ല. ബൈബിളിൽ പ്രത്യേകിച്ചും പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനേ അല്ല. വായിക്കുക റോമാലേഖനം 8:9. റോമാലേഖനം 8-9 വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് യവനിൽ ഇല്ലയോ അവന് ഒരുത്തനും ക്രിസ്തുവിൻ്റെ ആളെ അല്ല. അവൻ ക്രിസ്തുവിനുള്ളവനെ അല്ല. നീ ലോകത്തിൽ ഏത് ദേവനെ വിളിച്ചാലും ശരി, ഏത് ദൈവത്തെ വിളിക്കുന്നു ആ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നീ വിളിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് മാത്രം നിന്നിൽ ഇരിക്കും. പറഞ്ഞ മനസ്സിലായോ സഹോദര? പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കഠിനമായി തോന്നിയേക്കാം. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മനുഷ്യന് രക്ഷയില്ല. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ കുടുങ്ങിക്കിടന്ന് അടച്ച് ഇട്ടിരുന്നപ്പോൾ അവിടെ വലിയ ഇടിമുഴക്കമുണ്ടായി. അന്നേരം കാരാഗ്രഹത്തിൽ പ്രമാണി നിലവിളിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞ്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, 1-2 3000 പേരാണ് ഒരു ദിവസം രക്ഷിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ യേശു ക്രിസ്തുവിന് എഗൈൻസായി നിന്നവരുമുണ്ട്. അതിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങിയത് കണ്ട് ജനങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആ നിറവ് കണ്ടപ്പോൾ 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടു എന്ന് തിരുവചനത്തിൽ പറയുന്നു. ഇന്ന് നീയൊക്കെ പ്രസംഗിച്ച് എത്ര പേരാണ് മാനസാന്തരപ്പെടുന്നത് സഹോദര? ഏത് സുവിശേഷമാണ് നീയൊക്കെ പ്രസംഗിക്കുന്നത്? നിന്നോട് ചോദ്യം ചെയ്യുവാൻ ഒരു പഠിപ്പറിവില്ലാത്തവനെ ദൈവം എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നുവല്ലോ. ഇതിൻ്റെ കാരണമെന്ത്? തിരിച്ചറിയാൻ സാധിക്കുമോ? തിരിച്ചറിയാൻ നിനക്ക് സാധിക്കില്ല. കാരണം
നിന്റെ തലയെ ബന്ധിച്ചിരിക്കുന്നത് സാത്താനാണ്, ആ ദുഷ്ട ആത്മാവാണ്. ബാൽ വിഗ്രഹത്തെ സേവിക്കുന്ന ആ ദുരാത്മാവാണ് നിന്റെ തലയെ ബന്ധിച്ചിരിക്കുന്നത്. കർത്താവാണ് എന്നോട് കൽപ്പിച്ചത്. കർത്താവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ഇത് സംസാരിക്കാൻ പറഞ്ഞത്. ഇത് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കിത് കഠിനവാക്കായിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നു, യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷയില്ല. ന്യായാധിപതിയായി അവനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം ന്യായാധിപതിയായി സകലത്തിനും അധികാരിയായി യേശു ക്രിസ്തുവിനെ മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാ ഫിലിപ്പിയ ലേഖനം എടുത്ത് വായിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ജനങ്ങളോട് പറയുന്ന ഒരു ഭാഗം. 2-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെ. 2:9 മുതൽ 11 വരെ. ഇതാ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആർക്ക്? യേശു ക്രിസ്തുവിന്. സകല നാമം. ഈ ലോകത്തിൽ ഒരുപാട് നാമങ്ങളുണ്ട്. ദേവന്മാരെയും ദേവിമാരെയും അങ്ങനെ ഒരുപാട് നാമങ്ങൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ സകല നാമത്തിനും മുകളിലായി അവന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുളങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എങ്ങനെ? സ്വർഗലോകത്തിലുള്ള ഒക്കെ എല്ലാവരും, അധോലോകത്തിലുള്ളവരെയും ഈ ഭൂലോകത്തിലുള്ളവരെയും, അധോലോകം താഴെ പാതാളത്തിൽ കിടക്കുന്ന ഇപ്പോൾ കുറേ അനുസരിക്കാത്ത കൂട്ടങ്ങൾ, അവരും ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ചിന്തിക്കും, ഈ ഭൂമിയിൽ ഞാൻ കുറച്ച് ദിവസം ജീവിച്ച് അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് മതിച്ചങ്ങ് ജീവിച്ച് ചാവാമെന്ന്. നീ ചത്താൽ എവിടെ പോവും? നിന്നെ കൈക്ക് പിടിച്ച് കർത്താവ് കൊണ്ടുവരും. ബാഞ്ഞ് വന്നാൽ വന്നിരിക്കും. നീ അവിടെ ന്യായാസനത്തിൻ്റെ മുന്നിൽ നീ നിൽക്കും, നിർത്തും. നിനക്ക് ന്യായവിധി ഉണ്ടെന്ന് വ്യക്തമായി തിരുവചനത്തിൽ പറയുന്നുണ്ട്. വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ എടുത്തു നോക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ന്യായം വിധിക്കാൻ ദൈവം അവരെ കൊണ്ടുവരും. വെളിപ്പാട് പുസ്തകം അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ എല്ലാവരും വന്ന് മുട്ടുമടക്കും. യേശു ക്രിസ്തു തന്നെ അവരെ ന്യായം വിധിക്കും. യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പറയണത്, കർത്താവിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരും തീ പൊയ്കയിലേക്ക് എറിയും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ ജീവപുസ്തകത്തിൽ നിനക്ക് പേരുണ്ടാകണമെങ്കിൽ ഈ കാണുന്ന ഈ മ്ലേച്ഛതകളെല്ലാം വിട്ട് ഏകദൈ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകണം. ഓരോരോ വിശ്വാസികളും ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ മാത്രം വിശ്വസിക്കാൻ തയ്യാറാകണമെന്ന് ഞാനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വായിക്കുക. തിരുവചനങ്ങൾ എടുത്ത് കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 22:13. വെളിപ്പാട് പുസ്തകം 22:13. അവിടെ എന്ത് പറയണമെന്നൊന്ന് നോക്ക്. ഞാൻ അൽബേഹവും ഓമേഹവും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാൻ. നായ്ക്കളും സൂത്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോസ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വെളിപ്പാട് അവസാനത്തിൽ യോഹന്നാൻ അപ്പോസ്തലന്
പത്മോസിൽ ദ്വീപിൽ വെച്ച് കൊടുത്തതാണ്. ഇതിൽ നിന്നൊരു വള്ളി മാറ്റിയാൽ അവനെ സകലത്തിൽ നിന്നും മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഇതിൽ നിന്ന് മാറ്റാൻ പറ്റൂല ഈ ലോകത്തിൽ ജനിച്ച ഒരു ജഡത്തിനും. എന്തു പറയുന്നറിയാമോ? ഞാൻ അൽപേകവും ഓമേകവും ആദിയും അന്തവും. ഇത് എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കർത്താവ് യേശു ക്രിസ്തു ആരെന്ന് ചോദിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തു ആരെന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഈ ബൈബിളിൽ, ഈ തിരുവചനത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു യേശു ക്രിസ്തു ആരെന്ന്. ഈ അൽപേകവും ഓമേകവും ആദിയും അന്തവും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം എത്ര ഇടത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നറിയാമോ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നു നായ്ക്കൾ, സൂത്രക്കാർ. നായ്ക്കൾ എന്ന് പറയുന്നത് ആര്? നായ്ക്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെയാണ് നായ്ക്കൾ എന്ന് പറയുന്നത്. അടുത്ത് ദുർനടപ്പുകാർ, ക്ഷുത്രക്കാർ, അതുപോലെ കൊലപാതകന്മാർ, ബിംബാരാധികൾ, പോസ്ക് പ്രിയപ്പെടുകയും പോസ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. പോസ്ക് സത്യമല്ലാത്തതിനെ ജനങ്ങളെ പഠിപ്പിച്ച് അങ്ങനെ ഉപദേശിക്കുന്നവരും പോസ്കിൽ പ്രിയപ്പെടുന്നവരും പോസ്കിനെ അനുസരിക്കുന്ന എല്ലാവരും തന്നെ നായ്ക്കൾ, സൂത്രക്കാർ, ദുർനടപ്പുകാർ, കുലപാതകികൾ, ബിംബാരാധികൾ. ബിംബ ആരാധികൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഏത് ബിംബത്തെ നീ ആരാധിക്കുന്നുവോ അവനും എല്ലാവനും പുറത്തു തന്നെ. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തതാണ്. യേശു ക്രിസ്തുവാണ് ഇത് വെളിപ്പെടുത്തിയത്. ഇതൊക്കെ നീ എവിടെയാണ് പഠിച്ച് ജനങ്ങളെ ഉപദേശിക്കുന്നത്? ഇതൊക്കെ നീ മാറ്റി വെച്ചിട്ട് നീ പുതിയ വേദപുസ്തകം ഉണ്ടാക്കും ഇല്ലേ? പേട്ട് മനുഷ്യ, നീയൊക്കെ ഒരു ദിവസം ഇന്ന് കടന്ന് നാളെ എണീറ്റില്ല എങ്കിൽ നീയൊക്കെ എന്തായി തീരും? നാളെ ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണ്ടയോ? യേശു ക്രിസ്തു സുവിശേഷം പറയാൻ പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അപ്പോസ്തലന്മാർ പോലും പറഞ്ഞു. ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി സ്വർഗത്തിലെ ഒരു ദൂതനെങ്കിലും വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം എടുത്ത് വായിച്ച് നോക്കുക. ഇതാ 8-ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ ദൂതൻ അവരെ പറഞ്ഞിരിക്കുന്നു, അവരവരെ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞു ഞങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു ദൂതനാകട്ടെ. ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഈ ബാൽ പുരോഹിതന്മാരൊക്കെ ആരാണ്? ഇതിൻ്റെ പുറകെ പോകുന്ന ജനമേ, അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപകടത്തിലാണ്. അവരെല്ലാവരും നിങ്ങളെ കൊണ്ടുപോയി കുഴിയിലിടാൻ കൊണ്ടുപോവുകയാണ്. അവരെ വിട്ട് എത്രയും വേഗം രക്ഷപ്പെട്ടുകൊള്ളുവിൻ. ഇത് ഒരു ബെന്തിക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് വേറൊരു മതത്തിൻ്റെ സുവിശേഷമല്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വാടയ്ക്കുവാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് കർത്താവ് പറഞ്ഞു, വിക്കി സംസാരിക്കുന്ന ആദരത്തിൽ കൂടെ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. വിക്കി സംസാരിക്കുന്ന ജനത്തോട് സംസാരിക്കും. ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം കാണിച്ചു തന്നു. ഈ ഭൂമിയിൽ ദുഷ്ടാത്മാവ്, ഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി, സാത്താൻ മനുഷ്യനെ എങ്ങനെ വഞ്ചിച്ചു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക ജനമേ, മനസ്സിലാക്കിക്കൊള്ളുക. ഞാനിതിലൊന്നുമല്ല. ഞാനും ഇന്നും മരിച്ചാൽ ഞാനും പോകേണ്ടവനാണ്. ഒരു ദിവസം കർത്താവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവനുമാണ് ഞാൻ ഈ പോസ്കു പറയുന്നുവെങ്കിൽ പോസ്കിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഞാനും പോവും പാതാളത്തിലേക്ക്. എനിക്ക് പോസ്കു പറയാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവൻ തീ നരകത്തിൽ എറിയപ്പെടും. അതുകൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടാകേണ്ടതിന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വാ. നീ ചെയ്തിട്ടുള്ള ഈ ബിംബ ആരാധന, ഈ മ്ലേച്ഛ ആഭിചാരങ്ങൾ,
ഈ ജപമാല എന്ന് പറയുന്ന ഇത് മ്ലേച്ഛ ആഭിചാരമാണ്. ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ചത്തവനോട് വിളിക്കാതെ ജീവിച്ചിരിക്കുന്ന ദൈവത്തോട് വിളി, ജീവിച്ചിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്ക്. കർത്താവ് വചനത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഞാൻ ജീവിക്കുന്നവരുടെ ദൈവം, മരിച്ചവരുടെ ദൈവമല്ല എന്നാണ് കർത്താവ് പറയണത്. തിരുവചനത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവൻ്റെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇനി വചനം കാണണമെങ്കിൽ മാർക്കോസ് സുവിശേഷം എടുത്ത് വായിച്ചു നോക്കുക. 12-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 27 വരെ എടുത്ത് വായിച്ചു നോക്കുക. വീട്ടിൽ ബൈബിൾ ഇരിക്കുമെങ്കിൽ, അതോ ബൈബിള് തലവണയ്ക്ക് എടുത്തു വച്ചിരിക്കുന്നോ, അല്ലെങ്കിൽ അലമാരയിൽ ഇരിക്കുന്നതായിരിക്കും. പൊടി തട്ടി എടുത്ത് ഒന്ന് വായിച്ചു നോക്ക്. കർത്താവ് ജീവിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. മരിച്ചവരൊക്കെ പോയി, മണ്ണിൻ്റെ അടിയിൽ അവർ ഇരിക്കുന്നു, അവർ പാതാളത്തിലാണ്. നീതിമാർ, വിശുദ്ധന്മാർ അവരൊക്കെ നിദ്രയിലാണ്, അവരൊക്കെ സുഖമായിട്ടുള്ള നിദ്രയിലാണ്. അവർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല, മനുഷ്യനെ സഹായിക്കാൻ പറ്റില്ല. ഈ ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ബാൽ പുരോഹിതന്മാർ പറയുന്നത് കേട്ട് നിങ്ങളുടെ നല്ല ജീവിതത്തെ ഇല്ലാതാക്കി കളയല്ലേ ജനമേ. അന്ന് മത്സരത്തിൽ എന്നെ പോലെ ഹൃദയത്തെ കഠിനമാക്കിയ ഇസ്രായേൽ ജനത്തെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഠിനമാക്കരുത് ജനമേ. ഞാൻ പറയുന്ന വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറയുന്നതാണ്. ദൈവം എന്നോട് ജനത്തോട് പറയാൻ പറഞ്ഞ കാര്യമാണ്. ഇല്ല എങ്കിൽ ഈ ഭൂതങ്ങളും ദുഷ്ടാത്മാക്കളും ഈ ഭൂമിയിൽ ഉണ്ടായത് എങ്ങനെയെന്ന് ഒരു പഠിപ്പറുമില്ലാത്ത എനിക്ക് എന്തിനാണ് ദൈവം വെളിപ്പെടുത്തി തന്നത്? ആരെങ്കിലും ഇതുപോലെ ഇന്ന് വരെ ലോകത്തിൽ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഈ ഭൂതങ്ങളും ദുഷ്ടാത്മാക്കളും എങ്ങനെ ഉരുവായി എന്ന് ഞാനിന്ന് വരെ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഒരറിവുമില്ലാത്ത, ഒരു പഠിപ്പറിവുമില്ലാത്ത എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി പറഞ്ഞതെന്ന് മനസ്സിലാക്കി തന്നെ എന്നെ ഓർമ്മപ്പെടുത്തിയത് ജനങ്ങളോട് പറ എന്ന് പറഞ്ഞെങ്കിൽ, ആ വചനത്തെ ഞാൻ ധൈര്യത്തോട് നിങ്ങളോട് പറയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ദൈവം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന്. അതുകൊണ്ട് എൻ്റെ സുവിശേഷം കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനല്ല പറയുന്നത്, പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആര് കേൾക്കുന്നോ അവർക്ക് ഞാനിത് പറയുകയാണ്. നിങ്ങൾ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, ദൈവമായ കർത്താവിനെ മാത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മനുഷ്യന് രക്ഷയേ ഇല്ല. നാം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമാണ്. ആ നാമത്തിൽ കൂടെ അല്ലാതെ ഒരു രക്ഷയുമില്ല എന്ന് വ്യക്തമായി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനേ അല്ല. ക്രിസ്തുവിനുള്ള ആത്മാവില്ലാത്തവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ജീവിക്കുന്നവന് മാത്രമേ, ഈ ലോകത്തിൽ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടൂ, ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടൂ. അല്ലാതെ പകലിൽ നീ പള്ളിയിൽ പോകും, രാത്രി ക്ഷേത്രത്തിൽ പോകും, 3-ൻ്റെ അന്ന് നീ ശബരിമലയ്ക്ക് പോകും, 4-ൻ്റെ അന്ന് നീ തിരുപ്പതിക്ക് പോകും, 5-ൻ്റെ അന്ന് നീ ആഴ്ചയിൽ ബോംബെക്ക് പോകും, 7-ൻ്റെ അന്ന് നീ വേറെടുത്ത് പോകും. എല്ലായിടത്തും ചെന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ചെന്ന് തലവണക്കും. പിന്നും വന്ന് ദൈവമേ 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 എന്ന് വിളിക്കും. ഒരു ദൈവവും നിനക്ക് ഉത്തരം തരാൻ പോണില്ല. ഏകദൈവമായ കർത്താവിനെ മാത്രം നീ വിളിക്കുക. ഈ ലോകത്തിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിനക്ക് രക്ഷ ഇല്ല 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 എന്ന് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിനക്ക് രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് സർവത്തിൻ്റെയും ഉടയവൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു തന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ എൻ്റെ ചാനലിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കുക. ഈ പ്രാന്തൻ, നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും പ്രാന്തൻ എന്ന് വിളിച്ച കൂട്ടമല്ലേ ഈ ലോകത്തിലുള്ളത്?
കർത്താവായ യേശു ക്രിസ്തുവിന് പോലും ഭൂതം പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞവരല്ലേ ഈ ലോകത്തിലുള്ളവർ. യേശു ക്രിസ്തു സത്യസുവിശേഷം പറഞ്ഞപ്പോൾ ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞ കൂട്ടമല്ലേ ഈ ലോകത്തിലുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ തലയ്ക്ക് സുഖമില്ലാത്തവനെന്ന് പറഞ്ഞെങ്കിൽ എന്നെ പറയാതിരിക്കുമോ ജനം? പറയാതിരിക്കുമോ? സാരമില്ല, എനിക്കത് സാരമേ ഇല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളെ ശത്രുവല്ല. സഹോദര സഹോദരി, എന്നെ വിടുക. കർത്താവിൻ്റെ വചനം അത് പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു. അനുസരിക്കുന്നതും അനുസരിക്കാത്തതും നിങ്ങളെ ഉത്തരവാദിത്തം. വേണമെങ്കിൽ അനുസരിക്കുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇല്ലാത്തവൻ വിട്ടുകളയട്ടെ. ദൈവത്തിൻ്റെ മുന്നിൽ ന്യായവിധിക്കായി പോകുവാൻ തയ്യാറായി നിന്നോളുക. നീ ചത്താലും നിന്നെ ദൈവം വിടത്തില്ല, ന്യായവിധിക്ക് നിന്നെ വിളിച്ചു വരുത്തും. അതാണ് ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞത്. മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും ന്യായാധിപതിയായി കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവായ യേശു ക്രിസ്തു മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും അവൻ ന്യായാധിപനാണ്. മരിച്ചവരും എഴുന്നേറ്റ് വരുമെന്നവിടെ പറഞ്ഞിരിക്കുന്നു. സ്വർഗലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ഉള്ള സകലരും, ഇന്ന് ലോകത്തിൽ ജീവിച്ചു പോയ സകലരും, എല്ലാ ദേവന്മാരും എല്ലാ ദേവിമാരെന്ന് പറയുന്നവരും സകലരും യേശു ക്രിസ്തു കർത്താവാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിൽ വന്ന് മുട്ടും മടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കും. ഇത് ഒരു സംശയമില്ല. ഇന്നുവരെയും ഇതിൽ എഴുതിയിട്ടുള്ള വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സംഭവിച്ചെങ്കിൽ ഇതും സംഭവിക്കുന്ന കാര്യം തന്നെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി തിരുവചനത്തിൽ കൂടെ ഈ ലോകത്തിൽ ഈ അന്യാരാധനകളെക്കുറിച്ചും വിഗ്രഹാരാധനകളെക്കുറിച്ചും ഈ ഭൂതങ്ങൾ ദുഷ്ടാത്മാക്കൾ എങ്ങനെ ജനിച്ചു ഈ ഭൂമിയിൽ ഉണ്ടായെന്നെക്കുറിച്ചും വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കേൾക്കാത്തവർ കേൾക്കട്ടെ. ഈ ചാനലിൽ വ്യക്തമായി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ തിരുവചനങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിലുള്ള യാതൊരു അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് നീ പോയി മുട്ടുമടക്കാതെ, മനുഷ്യരെ ഒളിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ സഭകളിൽ ആളുകളെ പറ്റിച്ച് നിനക്ക് പോകാം. ദൈവത്തെ പറ്റിച്ച് നിനക്ക് ഒരിടവും പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. എങ്കിൽ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും, വലിയ വിടുതലുകൾ ഉണ്ടാകും, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നീ സഞ്ചരിക്കുന്ന വഴികളിലുണ്ടായിരിക്കും, നീ കൈ തൊടുന്നതിലുണ്ടായിരിക്കും, എല്ലായിടത്തിലും ഉണ്ടായിരിക്കും. ഈ പോകുന്ന ഈ ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് നീ പോകുമെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അവിടെ നിനക്ക് ലഭിക്കും. പിന്നെ ഞാൻ പറയുകയാണ്, മിസ്രൈം എന്ന് പറയുന്ന സ്ഥലം ആഭിചാര സ്ഥലമായിരുന്നു. അവിടെ ഒരുപാട് പണക്കാരുണ്ടായിരുന്നു, വലിയ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. എന്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും ഒന്നും ദൈവസന്നിധിയിൽ വിലപ്പെട്ടു പോയില്ല. ജനം അത് ഇഷ്ടപ്പെട്ടു. ഇന്നും ജനം അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നും ജനം അത് തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നും ഭയങ്കര പണക്കാരനായി പണമുള്ളവരായി ഈ ലോകത്തിലിരിക്കുന്നത് ആരൊക്കെയാണ്? ജനത്തിൻ്റെ കണ്ണ് മഞ്ചളിച്ചിരിക്കുകയാണ്. അവർ ആരാധിക്കുന്ന ദൈവമാണ് വലിയ ദൈവം. അതുകൊണ്ട് അവരെ അങ്ങ് സേവിക്കുക. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ തിരുവചനത്തിലുണ്ട്. ഞാൻ അടുത്ത് വേറൊരു ദിവസം അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ അടുത്ത ഇതിൽ തന്നെ ഞാനത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജനത്തിൻ്റെ ചിന്ത പോണ പോക്ക്, ദൈവത്തെ വിട്ടു പോണത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ തിരുവചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറയാൻ പ്രേരിപ്പിച്ച കാര്യമാണ്. രക്ഷയെന്നുള്ളത് ഏകദൈവമായ കർത്താവിൽ മാത്രമാണ്.
സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൽ മാത്രമാണ്. ഈ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ച സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള, മരിച്ചവരെയും ജീവിക്കുന്നവരെയും ന്യായവിധിക്കാൻ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനും മാത്രമാണ് നമ്മളെ രക്ഷിക്കാനും വിടുവിക്കാനും സാധിക്കുകയുള്ളൂ. ആരെന്ത് തന്നെ പറഞ്ഞാലും, ഇനി ലോകത്തിൽ ഒരു ദേവനോ ദേവിയോ എത്ര തന്നെ ഭക്തിയോടെ ജനിച്ചാലും യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്തിലേക്ക് വരുവാനോ പോകുവാനോ സാധിക്കുകയില്ല. അങ്ങനെ ആരും ചിന്തിക്കരുതേ. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തിനു വേണ്ടി? എൻ്റെയും നിൻ്റെയും പാപത്തിന് വേണ്ടി ബലിയായി തീർന്നു. ഒരു കാലത്ത് പാപം ചെയ്ത് ആദാമിൻ്റെ പാപത്തിൽ ഈ ഭൂമി ശപിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ ശപിക്കപ്പെട്ടു. ശാപത്തിൻ്റെ പിടിയിലും മനുഷ്യൻ രോഗത്തിൻ്റെ പിടിയിലും അകപ്പെട്ട് കിടന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ ആണികൾ അടുപ്പിച്ച് തലയിൽ മുൾക്കിരീടം അണിയിച്ചു. ഈ ലോകത്തിൽ രാജാവായി വരുമെന്ന് പറഞ്ഞ ആ രാജാവായിട്ട് വന്നില്ല. അവൻ ഒരു പിച്ചക്കാരനെ പോലെ വന്നതുകൊണ്ട് അവനെ പരിഹസിച്ച് രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് കാലിലും കയ്യിലും ഇരുമ്പാണികൾ അടിച്ചു. ആ കർത്താവ് എന്തിനാണിത് ഏറ്റെടുത്തു? കയ്പ് കാടി കുടിച്ചു. എന്തിനാണ്? എൻ്റെയും നിൻ്റെയും പാപത്തിന് വേണ്ടിയാണ്. എൻ്റെയും നിൻ്റെയും സമാധാനത്തിന് വേണ്ടിയാണ്. എൻ്റെയും നിൻ്റെയും സന്തോഷത്തിന് വേണ്ടിയാണ്. എൻ്റെയും നിൻ്റെയും സുഖത്തിന് വേണ്ടിയാണ്. എൻ്റെയും നിൻ്റെയും വിടുതലിന് വേണ്ടിയാണ്. എൻ്റെയും നിൻ്റെയും ജീവൻ തരുവാൻ വേണ്ടിയാണ്. എനിക്കും നിനക്കും ജീവൻ തരുവാൻ വേണ്ടിയാണ് അവൻ്റെ സന്തോഷം നമുക്ക് തന്നിട്ട് പോയത്. അവൻ വീണ്ടും വരും. വരാറായി കർത്താവായ യേശു ക്രിസ്തുവും വീണ്ടും വരാറായി. വരുമ്പോൾ അവൻ്റെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ തക്കതായി ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് തങ്ങളെ തന്നെ ക്രിസ്തു യേശുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക. ഈ ലോകത്തിൽ ഒരു മതത്തെ ഉണ്ടാക്കുവാൻ യേശു ക്രിസ്തു വന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകി. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം നൽകി അവൻ കാൽവരി കുരിശിൽ. അതുകൊണ്ട് ഈ സുവിശേഷം കേട്ടവർ ഈ തെറ്റായ വഴികളിൽ പോകുന്നുവെങ്കിൽ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കുക. അങ്ങനെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുന്നു. സ്തോത്രം.